ഇത് പൈസ ഒഴുക്കി സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റി താൻ എഴുതിച്ച് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി തന്നെ അദ്ദേഹം എങ്ങനെ നേതാവായി? അത് ഞാനൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ചാനലിലിരുന്ന് ചർച്ച ചെയ്യണതാണോ ഒരു നേതാവിൻ്റെ ഇത് എന്ന് പറഞ്ഞപ്പോഴാണ് പതുക്കെ ഇവരൊക്കെ ഇറങ്ങി അടികൊള്ളാനും അത് 1-2 പ്രാവശ്യം അടി കൊണ്ടപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി. ഇതൊക്കെ ഇങ്ങനെയാണ്. ഇത് ഇപ്പോഴല്ല, ഇതിനു മുമ്പത്തെ നേതാക്കന്മാർ അങ്ങനെയൊക്കെയാണ് നേതാക്കന്മാരായത് കോൺഗ്രസ്സിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കടമയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട. കാരണം ശ്രീ വി ഡി സതീശനെ പോലെയുള്ളൊരു വ്യക്തി കൂടെ നിൽക്കുന്ന ഒരാൾ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്, അതിന് ഉത്തരം നേതൃത്വം പറഞ്ഞേ പറ്റുള്ളൂ. അത് KPC പ്രസിഡന്റിനോ ചുമതലയുണ്ട്, വി ഡി സതീശനോ ചുമതലയുണ്ട്, എല്ലാ നേതാക്കൾക്കുണ്ട്. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ, ആരോപണ വിധേയനായിട്ടുള്ള ആളെ അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരൊക്കെ ഒരു പഴയ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. ഇപ്പോഴത്തെ ഈ ഒരു തട്ട് ഇതുള്ള രാഷ്ട്രീയമല്ല. അവരൊക്കെ ചെറുപ്പകാലം തൊട്ട് പഠിച്ചതല്ല. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആണ്, അതെനിക്കറിയാം. എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയാത്ത എൻ്റെ മര്യാദയാണ്. എല്ലാവരുടെ അടുത്തൊന്നുമില്ല. അയ്യോ, നല്ല നല്ല കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അല്ലറ ചില്ലറൊക്കെ അത്യാവശ്യം. അത് ആര് പറയും നേതൃത്വത്തിനോട്? സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അടിച്ചൊതുക്കാനല്ലേ എല്ലാ നേതാക്കന്മാരും നോക്കുള്ളൂ. എനിക്കറിയുന്ന തുടക്കത്തിലേ അറിയുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഇതെന്തെങ്കിലുമൊക്കെ നമ്മൾ എത്ര നാൾ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പറഞ്ഞ മാതിരിയാണ്. ഇതൊക്കെ എന്തെങ്കിലും പുറത്തു വരും. അതോ അവരോടല്ലേ ചോദിക്കണ്ടേ? കാരണം രാഹുൽ മാങ്കൂട്ടം അതിന് ചിലപ്പം മറുപടി പറയായിരിക്കും. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു കോൺഗ്രസ്സുകാരൻ എന്നെ തൊടില്ല എന്ന് ഇത്ര ആത്മധൈര്യത്തോടെ പറയണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതെ അതെ അത് എത്ര പെട്ടെന്ന് എത്രയോ നല്ല ആളുകളും ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയേണ്ടത്, നമ്മൾ പല ആളുകളെയും നമ്മൾ ഒരിക്കൽ പോലും അടുപ്പിക്കാത്ത ആളുകളെയും വെച്ച് അവരുടെ വോട്ടും വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് കുറേയൊക്കെ ആൾക്കാർ ഇത് ഇതാക്കുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് ഫേസ്ബുക്കിൽ വരുന്നത് മുഴുവൻ ശരിയല്ല എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് വെച്ചിട്ടാണ് ഇവർ കളിച്ചത്, അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടോ ഒന്നുമല്ല. ഇവരൊരു ഇലക്ഷന് പോയാൽ ഞാൻ പലപ്പോഴും ഇവരെ പല ഇലക്ഷൻ സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഒരാളും പണിക്ക് പോവില്ല. അവർ ആ ചായപ്പിടിയിൽ ഇരുന്നൊരു പരിപ്പോടെ വെച്ച് അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ച് ഒന്നും നടന്നു പോലും അതിന് കാറിൽ കയറി പോകും. അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. എന്നിട്ട് അതങ്ങ് വലിയ കഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകൻ്റെ ഒറ്റ ആളുടെ ഫോട്ടോ കാണില്ലല്ലോ.